നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹാ ലിതാലിബിൽ ഇൽമി റിദൻ ബിമാ യത്ലു. തീർച്ചയായും മലക്കുകൾ താലിബുൽ ഇൽമുകൾക്ക് വേണ്ടി, അഥവാ അറിവ് നേടുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾ എന്ന അർത്ഥത്തിലല്ല. ദീനിൽ അറിവ് നേടുന്നവർ ആരാകട്ടെ, കുട്ടികളാകട്ടെ, സ്ത്രീകളാകട്ടെ, പുരുഷന്മാരാകട്ടെ, വൃദ്ധന്മാരാകട്ടെ, ആരാകട്ടെ, ദീന് പഠിക്കുന്ന ആളുകൾക്ക് മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കും. റിവൻ ബിമായ തുലുബു, അവർ അന്വേഷിക്കുന്ന മതപരമായ ആ അറിവിനോടുള്ള സംതൃപ്തി കാരണം. അപ്പോൾ ദീനിൽ അറിവ് നേടുന്ന, ദീന് പഠിക്കുന്ന ആളുകളോട് മലക്കുകൾക്ക് വലിയ ഇഷ്ടമാണ്. മലക്കുകളുടെ പ്രാർത്ഥന അവർക്ക് പ്രത്യേകം ലഭിക്കുന്നതാണ്. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ. അള്ളാഹുവും മലക്കുകളും ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായി സ്വലാത്ത് നേരുന്നു എന്നാണ്. അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സനാഉഹു ഫിൽ മലഇൽ അഅല, മലക്കുകൾക്കിടയിൽ വിശ്വാസികളെ കുറിച്ച് അള്ളാഹു പ്രതിപാദിക്കലാണ് അള്ളാഹുവിന്റെ സ്വലാത്ത്. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾക്ക് വേണ്ടി അവർ നടത്തുന്ന പ്രാർത്ഥനകളാണ്, അവരുടെ ഇസ്തിഗ്ഫാറാണ്. അപ്പോൾ മലക്കുകൾ പ്രാർത്ഥിക്കുന്നു ആർക്ക് വേണ്ടി? അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ, ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകന്മാർ, പണ്ഡിതന്മാർ, മശായിഖുകൾ, വയലു പറയുന്ന ആളുകൾ, ഉപദേശിക്കുന്ന ആളുകൾ, എല്ലാവരും അതിൽ ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ അവർക്ക് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കും. ഞാൻ നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.